കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘിന്റെ ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം വരുന്ന മാർച്ച് 6-7 തീയതികളിൽ കാസർഗോട്ട് നടക്കും. ഇതിന്റെ ഒരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വിവിധവും വിപുലവുമായ അനുബന്ധ പരിപാടികളോടെയാണ് ഇത്തവണയും കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന സമ്മേളനം നടത്തുന്നത്. ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും സുഗമമായ നടത്തിപ്പിനുമായാണ് സുസജ്ജമായ സംഘാടക സമിതി രൂപീകരിച്ചത്. കാസർഗോഡ് ടൗൺ ബാങ്ക് ഹാളിൽ ചേർന്ന സമിതി രൂപീകരണ യോഗത്തിൽ സംഘടനയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബി നാഗരാജ അധ്യക്ഷനായി. സംസ്ഥാനത്തെ സംഘടനകളുടെ അതായത് ഇടത് സംഘടനകളായാലും പ്രതിപക്ഷ സംഘടനകളായാലും പെൻഷൻകാരുടെ ഇടയിലും അല്ലെങ്കിൽ സർവീസ് സംഘടനയിലും പ്രവർത്തിക്കുന്ന സംഘടനകൾ എത്രമാത്രം അവരുടെ അണികളോട് വഞ്ചന കാണിക്കുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് 2016 മുതൽ അധികാരത്തിലിരിക്കുന്ന ഈ സർക്കാർ സംസ്ഥാന സർക്കാർ ജീവനക്കാരോടും സംസ്ഥാനത്തെ പെൻഷൻകാരോടും സംസ്ഥാനത്തെ സാധാരണ ജനങ്ങളോടും കടുത്ത രീതിയിലുള്ള അവഗണനയും അനീതിയുമാണ് കാണിക്കുന്നത് എന്ന് നമുക്കറിയാം. 2019 11 ശമ്പള പരിഷ്കരണം അല്ലെങ്കിൽ പെൻഷൻ പരിഷ്കരണം 2021 നടപ്പിലാക്കിയതിന്റെ കുടിശ്ശിക പോലും ഇന്ന് പെൻഷൻകാർക്കും അതേപോലെ ജീവനക്കാർക്കും നൽകാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി ജയബാനു, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എം കെ സദാനന്ദൻ, കെ മുത്തുകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി കെ എൻ വിനോദ്, സംസ്ഥാന സമിതി അംഗം ബി ഈശ്വരറാവു, കാസർഗോഡ് നഗരസഭാ കൌൺസിലർമാരായ കെ എസ് ശ്രുതി, ദിവ്യ സന്ദീപ്, സഹകാർ ഭാരതി പ്രതിനിധി വേണുഗോപാൽ, NGO സംഘ് നേതാവ് പി പീതാംബരൻ, KSTC എംപ്ലോയി സംഘ് നേതാവ് CH ഹരീഷ് കുമാർ, വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് AT നായിക് എന്നിവർ സംസാരിച്ചു. പെൻഷനേഴ്സ് സംഘ് ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ കേളോത്ത് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK കുഞ്ഞമ്പു മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സംഘാടക സമിതിയുടെ ചെയർമാനായി ഗോപാലകൃഷ്ണ ഭട്ട് IAS-നെയും ജനറൽ കൺവീനറായി കുഞ്ഞിരാമൻ കേളോത്തിനെയും തെരഞ്ഞെടുത്തു. 101 അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.